ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക്ക് ഈറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1/2 kg അളവിൽ 2 മുട്ട വെച്ചിട്ട് നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന, നമുക്ക് ഇതേപോലെ ഇങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാലും അതേപോലെ തന്നെ സ്പോഞ്ച് പോലെ തന്നെ തിരികെ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. അതിൽ നിന്ന് 1 ടീസ്പൂൺ അളവിൽ മൈദ മാറ്റി കൊടുത്തതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ഡാർക്ക് കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു പ്രാവശ്യം അരച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടുള്ളത്. ഇനി ഇത് നല്ല ഫ്ലഫി ആയിട്ട് നല്ലൊരു വൈറ്റ് കളർ ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ഏകദേശം എൻ്റെ ബീറ്റിലൊരു 2 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് ബീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ അത് ഫോൾഡ് ചെയ്തിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് 2-3 ബാച്ചസ് ആയിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല ലെവലായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ കേക്ക് ഇരിക്കും. അതേപോലെ തന്നെ നടുഭാഗം കുഴിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും നമ്മുടെ കേക്കിന് വരില്ല. ഇതേപോലെ കുറച്ചായിട്ട് ഇട്ടതിന് ശേഷം ഈ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ബാറ്റർ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ആദ്യം താഴേക്കാക്കി കൊടുത്തതിന് ശേഷം പതുക്കെ എല്ലാം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് 6 ഇഞ്ചിൻ്റെ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യുന്ന പാത്രം ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഞാനത് ഒരു 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കറിൽ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ നോർമൽ കുക്കറല്ല കേട്ടോ എടുത്തേക്കുന്നത്, ജീക്കിൻ്റെ റോബോ കുക്കാണ്. നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്ന കുക്കറിൽ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു റോബോ കുക്കിൻ്റെ ഉള്ളിലുള്ളൊരു പാത്രത്തിലോട്ട് നമ്മൾ സാധാരണ ബിരിയാണി പോട്ടിലൊക്കെ തട്ടിറക്കി വെക്കാറില്ലേ, അതേപോലെ ഒരു ചെറിയൊരു തട്ടിറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ. അതിനുശേഷം നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ കുക്കറിൻ്റെ അടുപ്പൊക്കെ അടച്ച് വെക്കുന്ന പോലെ ഇതേപോലെ ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ വിസിലൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ സാധാരണ കുക്കറിൽ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ വിസിൽ അങ്ങ് എടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു ജീക്ക് റോബോ കുക്കിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതേപോലെ ഇറക്കി വെച്ചിട്ട് നമ്മളിതൊന്ന് ഓൺ ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേപോലെ ഇതിൽ ഓൺ ഓഫ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ താഴെയായിട്ട് വലതുവശത്ത് സോട്ട് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിൻ്റെ സമയം, അത് ബേക്ക് ആവാനുള്ള സമയം അവിടെ കാണിക്കും. അപ്പോൾ ഒരു 40 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും സമയം നമുക്ക് വേണ്ട. അതുകൊണ്ട് ഞാനതൊന്ന് കുറച്ചിട്ട് ഒരു 25 മിനിറ്റാക്കി സെറ്റ് ചെയ്യുകയാണ്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 3 സെക്കൻഡിനുള്ളിൽ നമ്മുടെ ഈ ഒരു ജീക്കിൻ്റെ റോബോ കുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ബേക്ക് ആയിക്കോളും ഉള്ളിൽ നിന്നിട്ട്. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട, 30 മിനിറ്റ് ആകുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. അപ്പോൾ ഈ ഒരു ജീക്ക് റോബോ കുക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റോബോ കുക്കാണ്. ഞാൻ 1.5 വർഷത്തിൽ മേലെയായി ഈ ഒരു റോബോ കുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട്. അത്യാവശ്യം നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. നമുക്ക് ഒരു പെട്ടെന്ന് നമുക്ക് ഒരു ചോറ് വെക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പണികളുടെയും കൂടെ ഇടയിൽ നമുക്ക് ഈ കാര്യം കൂടെ നോക്കേണ്ട ആവശ്യമില്ല. ചോറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് അരിയൊക്കെ കഴുകി ഇതിലോട്ട് ഇട്ടിട്ട് ഇതിൽ റൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് റൈസ് ആവുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. പിന്നെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ എയറൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുറന്നാൽ മാത്രം മതി. അല്ലാതെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുക്കായൊന്ന് പോയി നോക്കുക അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് കൊടുക്കുക അങ്ങനെയുള്ള ഒരു ആവശ്യവും ഇല്ല കേട്ടോ. ഈ ഒരു റോബോ കുക്കിൽ ഏകദേശം ഒരു 5 ലിറ്റർ വരെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതേപോലൊരു ബൗളിലാണ് കേട്ടോ നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്കിതിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റൈസ്, ദാല്, പിന്നെ ഇഡ്ലി,
ബിരിയാണി അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്കിതിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ തന്നെ ഇതിൽ 2-3 റെസിപ്പീസ് ഈ ഒരു റോബോ കുക്ക് വെച്ച് ചെയ്തിട്ടുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് 35-ലധികം റെസിപ്പീസ് നമുക്ക് ഈ ഒരൊറ്റ കുക്കർ വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമുക്ക് എല്ലാ ഓപ്ഷനും ഇതിൽ ഓൾറെഡി ആഡ് ചെയ്തതാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളുടെയും സെറ്റിങ്സ് ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി. ബാക്കിയെല്ലാം ഈ ഒരു റോബോ കുക്ക് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ ഏത് റെസിപ്പി ഇതിൽ എടുക്കുകയെന്നുണ്ടെങ്കിലും അതിന് അതിൻ്റേതായ ഒരു സമയം അതിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ കുറയ്ക്കാനുള്ള സെറ്റിംഗ് ഉണ്ട്. അതേപോലെ സമയം കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റിങ്ങും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ കുക്കായണമെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മേൽഭാഗത്ത് ഒരു പ്രഷർ റിലീസിങ് ബട്ടൺ കൂടെ ഉണ്ട്. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രഷർ റിലീസ് ആവത്തുള്ളൂ. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രഷർ റിലീസ് ആവില്ല. നമ്മളെപ്പോഴാണോ ആ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോഴേ ഈ ഒരു പ്രഷർ റിലീസ് ആവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു റോബോ കുക്കിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു ഗ്ലൗസ്. ഒരു സിലിക്കണിൻ്റെ 2 ഗ്ലൗസാണ് കിട്ടുന്നത്. നമുക്ക് ഇതേപോലെ ഈ പാത്രമൊക്കെ ഇങ്ങനെ പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള 2 ഗ്ലൗസാണ്. അതേപോലെ തന്നെ ഒരു തവയും അതിൻ്റെ കൂടെ ഒരു മെഷറിങ് കപ്പും കൂടെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു റോബോ കുക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇതേപോലെ നമ്മൾ ഇടത് ഭാഗത്തോട്ട് ഇതൊന്ന് തിരിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലൗ യൂസ് ചെയ്തിട്ട് എടുക്കാം. ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൊക്കി എടുക്കുക കേട്ടോ. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് 25 മിനിറ്റിനുള്ളിൽ നമ്മൾ സാധാരണ ഇതിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ 1/2 kg അളവിൽ ഈ ഒരു റെസിപ്പി യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ടുള്ള നല്ല സ്പഞ്ച് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് റീമോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് റീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നോർമൽ കുക്കറിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതേ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മളിതിൽ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 25 മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്.